ക്രിമിനൽ കേസുകളിൽ വിചാരണ നേരിട്ട മകൻ ഹണ്ടർ ബൈഡന് നിരുപാധികം മാപ്പ് നൽകി യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ. തോക്കുകേസിലും നികുതി വെട്ടിപ്പിലുമായിരുന്നു ഹണ്ടർ ക്രിമിനൽ വിചാരണ നേരിട്ടത്. മകൻ വേട്ടയാടപ്പെട്ടെന്നും മനഃപൂർവ്വം കേസിൽ കുടുക്കിയതെന്നും വിശദീകരിച്ചാണ് ബൈഡന്റെ നീക്കം. വിവരണമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, ഭരണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മകന് മാപ്പ് നൽകിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ മറ്റ് നേതാക്കളുടെ നിലപാട് കൂടി വ്യക്തമാക്കാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായും ദേവിക, ഭരണം അവസാനിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലൊരു നിലപാട് ബൈഡന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നിലവിൽ മറ്റ് നേതാക്കളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അമേരിക്കയുടെ മറ്റു രാഷ്ട്രീയ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നോ ഉള്ള പ്രതികരണങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല എങ്കിൽ കൂടി അത് ശക്തമായൊരു പ്രതിഷേധത്തിന് വഴിവെക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ അതായത് ഈ ഇത്തരത്തിലുള്ള ഒരു അപേക്ഷയ്ക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാപ്പ് നൽകുന്നതിനുള്ള ഒരു അപേക്ഷയ്ക്ക് അനുകൂലമായ മറുപടി സ്വീകരിക്കും ഇതുവരെ അല്ലെങ്കിൽ അല്പം 2-3 മാസങ്ങൾ മുമ്പ് വരെ ബൈഡന്റെ നിലപാടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ബൈഡൻ നിലപാട് മാറ്റിയിരിക്കുകയാണ്. മാറ്റിയതിനു ശേഷം അദ്ദേഹം അത് ന്യായീകരണമായി പറയുന്നത് തന്റെ മകനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ഒരു നീക്കം ചില ഭാഗങ്ങളിൽ നിന്ന് നടക്കുന്നു. അത്തരത്തിൽ ഒരു അന്യായമായ രീതിയിൽ അദ്ദേഹത്തിന്റെ വിചാരണ നടന്നു എന്ന് തന്നെ വളരെ കൃത്യമായി അദ്ദേഹം നൽകിയ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മകൻ ഹണ്ടർ ബൈഡനെ ഇപ്പോൾ മാപ്പ് നൽകിയിരിക്കുന്നത് എന്നാണ് ആ വിശദീകരണ കുറിപ്പിൽ അദ്ദേഹം പറയുന്നത്. തീർച്ചയായും അതീവ ഗൗരവമുള്ള ഒരു വിഷയമായി തന്നെ ഇത് പരിണമിക്കുന്നു എന്ന കാര്യത്തിലും തർക്കമില്ല. നമുക്കറിയാവുന്നതാണ്, അധികാര സ്ഥാനത്ത് തുടരുന്ന പ്രസിഡന്റിനെ ഇത്തരത്തിൽ ക്ലിമൻസി അല്ലെങ്കിൽ മാപ്പ് നൽകുന്നതിന് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്. അത് പല രാജ്യങ്ങളിലും നിലനിൽക്കുന്നത് പോലെ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാപ്പ് നൽകുന്ന ഒരു സംവിധാനമുണ്ട്. എന്നാൽ ഈ കുറ്റകൃത്യം വിചാരണ ചെയ്യപ്പെട്ട് ശിക്ഷ അനുഭവിക്കുന്ന ഒരാൾക്ക് നൽകുന്നതാണോ അതോ അതിന് മുൻപ് രക്ഷപ്പെടുത്താൻ വേണ്ടി നൽകേണ്ടതാണോ എന്ന രീതിയിലുള്ള ചർച്ചകളെല്ലാം തന്നെയാണ് അതിശക്തമായി ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. ഇതൊരു നീതിന്യായ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന ഒരു സംവിധാനമായി അല്ലെങ്കിൽ ഒരു ജുഡീഷ്യറിയുടെ പരമാധികാരത്തിലേക്ക് കടന്നു കയറുന്ന രീതിയായും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. കേവലം ഒരു മകനെ എന്തെങ്കിലും മാപ്പ് നൽകുന്നത് ഒരു വിഷയം മാത്രമല്ല, അമേരിക്കയുടെ പൗരന്മാരുടെ സുരക്ഷയെ തന്നെ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ പ്രത്യേകിച്ചും പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന വിമർശനമാണ് വരുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ ഈ അടുത്ത 20-നാണ് പുതിയ പ്രസിഡന്റ് സ്ഥാനമേൽക്കുന്നത്. അതായത് ജനുവരി 20-നാണ് പുതിയ പ്രസിഡന്റ് സ്ഥാനമേൽക്കുന്നത്. അത്തരത്തിൽ പുതിയ പ്രസിഡന്റ് സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് അവസാന ഘട്ടത്തിൽ ഒരു കാവൽ മന്ത്രിസഭയുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ കാവൽ സംവിധാനത്തിന്റെ സ്വഭാവത്തിൽ തുടരുന്ന ഒരു പ്രസിഡന്റ് ഇത്തരം ഒരു തീരുമാനമെടുത്തതിന്റെ അനൗചിത്യവും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നിയമപരമായി അത് തർക്കിക്കാനോ ചോദ്യം ചെയ്യാനോ ഉള്ള സാധ്യത ഇല്ല എങ്കിൽ കൂടി ധാർമ്മികമായി വലിയൊരു അപരാധം തന്നെ ബൈഡന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതാണ് അതിൽ നിന്ന് നമുക്കെല്ലാം വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല. ടെലിഫോൺ ലൈനിൽ ചേർന്നത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ്.